എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കേരളം ഫിറ്റ്നസ് അക്കാഡമികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നുള്ളത്. അതേപോലെ ഒത്തിരി പേഴ്സണൽ ട്രെയിനേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പേഴ്സണൽ ട്രെയിനേഴ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരും ഒത്തിരി ഉണ്ട്, ഒരുപാട് പൈസ കൊടുത്തിട്ടുള്ളത്. ശരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? അതോ ഈ പറഞ്ഞ സോ കോൾഡ് സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് തരുന്നുണ്ടോ? ഒന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ക്ലയന്റ് ഇന്റർവ്യൂ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിൽ ലൈഫ് സ്റ്റൈൽ ഇവാലുവേഷൻ, കറന്റ് ഫിറ്റ്നസ് ലെവൽ അനാലിസിസ്, എക്സസൈസ് കോൺട്രാ ഇൻഡിക്കേഷൻസ്, യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ടുവേർഡ്സ് എക്സസൈസ്, യുവർ ബാരിയർ ടു എക്സസൈസ്. വൺസ് നിങ്ങൾ പണമടച്ച് പേഴ്സണൽ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലർ ആയിട്ട് വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഗോളിനെ ഡൈസെക്ട് ചെയ്ത് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ആക്കി മാറ്റണം ഫോർ മാക്സിമൈസിങ് റിസൾട്ട്സ്. രണ്ടാമതായിട്ട് യു ഷുഡ് അണ്ടർഗോ എ ഹെൽത്ത് സ്ക്രീനിങ് പ്രൊസീജിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡോക്യുമെന്റ് നെയിംഡ് പാർക്യൂ. അതിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്: ഫിസിക്കൽ ആക്ടിവിറ്റി റെഡിനെസ് ക്വസ്റ്റ്യനെയർ. നിങ്ങളുടെ ബോഡി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ തയ്യാറാണോ അല്ലയോ എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ എസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയാം. അതിൽ എല്ലാം നോ ആണെന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ വിത്ത് എക്സസൈസ്. എസ് ആണെന്നുണ്ടെങ്കിൽ യുവർ ട്രെയിനർ ഷുഡ് ഡു ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ്. നിർബന്ധമാണെങ്കിൽ ഹി ഷുഡ് അല്ലെങ്കിൽ ഷീ ഷുഡ് collect a consent from a doctor. എന്നിട്ട് മാത്രമേ എക്സസൈസിലോട്ട് പോകാൻ പാടുള്ളൂ. മൂന്നാമതായിട്ട് യുവർ പേഴ്സണൽ ട്രെയിനർ ഷുഡ് കണ്ടക്ട് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് പ്രോട്ടോകോൾസ് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ കമ്പോണൻസ് ഓഫ് ഫിറ്റ്നസ്: കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്, മസ്കുലർ സ്ട്രെങ്ത്, മസ്കുലർ എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബോഡി കമ്പോസിഷൻ. നാലാമതായിട്ട് യുവർ പേഴ്സണൽ ട്രെയിനർ ഷുഡ് ക്രിയേറ്റ് എ മൈക്രോ സൈക്കിൾ പ്ലാനർ. അതിൽ ഫ്രീക്വൻസി, ഇന്റൻസിറ്റി, ടൈപ്പ് ആൻഡ് ടൈം ഷുഡ് ബി ഇൻക്ലൂഡഡ്. പ്രീവിയസ്ലി ചെയ്ത ഫിറ്റ്നസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ കമ്പോണൻസ് ആണ് സ്ട്രോങ്, ഏതൊക്കെ കമ്പോണൻസ് ആണ് വീക്ക് എന്ന് മനസ്സിലായി കാണും. അതനുസരിച്ച് ഇതിൽ ഏതൊക്കെ ദിവസം എത്ര ഇന്റൻസിറ്റിയിൽ ഏതൊക്കെ ടൈപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പ്ലാനിങ് പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അഞ്ചാമതായിട്ടാണ് മനോഹരമായ പ്രോഗ്രാം ഡിസൈനിങ് നടക്കുന്നത്. അതിൽ നിങ്ങൾ എത്ര നേരം വാമപ്പ് ചെയ്യണം, വാമപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മെയിൻ എക്സസൈസിൽ എത്ര എക്സസൈസ് ചെയ്യണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, എത്ര സെറ്റ് ചെയ്യണം, എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം, എത്ര ലോഡ് എടുക്കണം, എത്ര റെസ്റ്റ് എടുക്കണം, അതിനുശേഷം കൂൾ ഡൗൺ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇതിൽ മനോഹരമായിട്ട് മെൻഷൻ ചെയ്യപ്പെടുന്നു. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജസ് പ്രോഗ്രസീവ് വാല്യുവേഷൻ. നിങ്ങൾ തേർഡ് സ്റ്റേജിൽ ചെയ്ത ഫിറ്റ്നസ് ടെസ്റ്റിൽ നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കി കാണും. അപ്പോൾ വീക്ക് കമ്പോണൻസിനെ മനസ്സിലാക്കി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോഗ്രസ് ഏതുവരെ എത്തി എന്നുള്ളത് ഈ സ്റ്റേജിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായി കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ യു ആർ അറ്റ് ദ റോങ് പ്ലേസ്. മണി ഈസ് യോഴ്സ്, ചോയ്സ് ഈസ് യോഴ്സ്.